വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിന്നിലേക്ക് തന്നെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 139 അധ്യായം 23 വാക്യം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയുക, എന്നെ പരീക്ഷിച്ച് എന്റെ ഉള്ളങ്ങളെ അറിയുക. ദൈവസന്നിധിയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവ് ആദ്യം ചെയ്യുന്നത് നിങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുക എന്നതാണ്. നിങ്ങളുടെ കുറവുകളും പരാജയങ്ങളും നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയും നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ കർത്താവിനെ മാത്രം ആശ്രയിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രവാചകനായ യെശയ്യാവ് ഒറ്റയ്ക്ക് ദൈവത്തിന്റെ ആലയത്തിൽ പോയി കർത്താവിന്റെ കാൽക്കൽ കാത്തിരുന്നപ്പോൾ കർത്താവ് ആദ്യം അദ്ദേഹത്തിന് തന്റെ യഥാർത്ഥ ആത്മീയ അവസ്ഥ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് യെശയ്യാവ് ദൈവം മുൻപാകെ വീണ് നിലവിളിച്ചത്. എനിക്ക് അയ്യോ കഷ്ടം, കാരണം ഞാൻ നശിച്ചുപോയി. കാരണം ഞാൻ അശുദ്ധ അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അശുദ്ധ അധരങ്ങളുള്ള ഒരു ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നു. എന്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ കർത്താവിനെ, രാജാവിനെ കണ്ടു. തിരുവെഴുത്ത് പറയുന്നു, അപ്പോൾ സറാഫുകളിൽ ഒരാൾ യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ ഉപയോഗിച്ച് കയ്യിൽ എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുക്കൽ പറന്നു വന്നു. അവൻ അത് എന്റെ വായിൽ തൊട്ടു പറഞ്ഞു, ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടിരിക്കുന്നു, നിന്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു, നിന്റെ പാപം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത് യെശയ്യാവ് 6 അധ്യായം 6-7 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. കർത്താവ് നമ്മുടെ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ കാണുന്നു. നാം അവനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നാം വീണ്ടും അവയാൽ വിഷമിക്കേണ്ടതില്ല. ദൈവം മുൻപാകെ അറിയാതെ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ ഒരാൾക്കെതിരെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വ്യക്തിപരമായി കാണുകയും നമ്മുടെ ഖേദം പ്രകടിപ്പിക്കുകയും അവരുടെ ക്ഷമ തേടുകയും വേണം. മുഖാമുഖമായോ ഒരു കത്തിലൂടെയോ നാം താഴ്മയോടെ അവരോട് ക്ഷമ ചോദിക്കുകയും അവരുടെ ക്ഷമയും സ്നേഹവും സ്വീകരിക്കുകയും വേണം. ദൈവസന്നിധിയിൽ നാം മുട്ടുകുത്തുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് നമ്മെ നമുക്ക് വെളിപ്പെടുത്തുക മാത്രമല്ല, ആഴത്തിലുള്ള ഒരു ആന്തരിക അവബോധം കൊണ്ടുവരികയും ചെയ്യുന്നു. അവൻ നമുക്ക് തകർന്നതും അനുദപിക്കുന്നതുമായ ഒരു ഹൃദയം നൽകുന്നു. ആ ഹൃദയം നമ്മെ ഇങ്ങനെ നിലവിളിക്കാൻ പ്രാപ്തരാക്കുന്നു: കർത്താവേ, എന്നെ പോലുള്ള ഒരു പാപിക്ക് എങ്ങനെ നിന്നെ സേവിക്കാൻ കഴിയും? നിന്റെ വിശുദ്ധ നാമം എനിക്ക് എങ്ങനെ ഉച്ചരിക്കാൻ കഴിയും? എന്നോട് കരുണയുണ്ടാകണമേ. പത്രോസ് തന്റെ പാപം ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് അവനെ മനുഷ്യനെ പിടിക്കുന്നവരായി മാറ്റി. ബൈബിൾ പറയുന്നു, യേശു ഗലീല കടലിന് സമീപം നടക്കുമ്പോൾ മീൻപിടുത്തക്കാരായ ഷീമോൻ എന്ന പത്രോസും സഹോദരൻ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്ക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവർ ഉടനെ വല ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഇത് മത്തായി സുവിശേഷം 4 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ യെശയ്യാവ് തന്റെ പാപം ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് അവനെ ശക്തനായ ഒരു പ്രവാചകനായി ഉയർത്തി. ദൈവമക്കളെ, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാനും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ യോഗ്യമായ പാത്രങ്ങളാകാനും എല്ലാ ശ്രമങ്ങളും നടത്തുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 19 അധ്യായം 13 വാക്യം. അടിയനെ അഹങ്കാര പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ, അവ എന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കരുതേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ പുറപ്പാട് 29-30 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി സുവിശേഷം 21 അധ്യായം 23 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.